+1 +2 മാത്സ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഈ ക്ലാസ് സംഘടിപ്പിക്കുന്നത് കൊറോണ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗണിതത്തിൽ വേണ്ടത്ര അടിത്തറ ഇല്ലാത്തൊരവസ്ഥ സംജാതമായിട്ടുണ്ട്. അപ്പോൾ അത്തരം കുട്ടികൾ +1 +2 മാത്സ്, ഫിസിക്സ് മുതലായ വിഷയങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്കത് പഠിക്കാൻ കഴിയാത്ത ഒരുവിധം വിദ്യാർത്ഥികളൊക്കെ പരാജയഭീതിയിലാണ്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എങ്ങനെ ഈ അടിത്തറ ശക്തമാക്കി അവർക്ക് വിജയിക്കാൻ കഴിയും, അതിനൊരു ട്യൂഷൻ അല്ലെങ്കിൽ തീവ്ര പരിശീലനമാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നൽകുന്ന ഉദ്ദേശത്തോടെ ഈ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഏറ്റവും അടിത്തറ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ക്ലാസ്സുകൾ വെച്ച് തുടങ്ങാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഫ്രാക്ഷനാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ഫ്രാക്ഷനെ കുറിച്ച് പഠിച്ചുകൊണ്ട് നമുക്കത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമുക്കറിയാം എന്തിനാണ് പൂർണ്ണസംഖ്യകൾ ഉപയോഗിക്കുന്നതെന്ന്, അല്ലേ? എണ്ണാനായിട്ടാണ്, പൂർണ്ണമായ സാധനങ്ങൾ എണ്ണുന്നതിനാണ് പൂർണ്ണസംഖ്യകൾ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 4 മെമ്പേഴ്സ്. ശരി. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും സാധനങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ മുഴുവനായിട്ട് കിട്ടാറുള്ളൂ? കാരണം വീട്ടിൽ സാധാരണ പലഹാരങ്ങൾ അതുപോലെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ടിരുമല്ലോ. അപ്പോൾ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടാണ് കിട്ടുക? അല്ല, ഉറപ്പല്ലേ? ചിലപ്പോഴൊക്കെ നമുക്കത് പങ്കുവെച്ചെടുക്കേണ്ടി വരും, ഇല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം നിങ്ങളോട്. ഇപ്പോൾ 8 ആപ്പിൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു. നിങ്ങൾ 4 പേരുണ്ട്. അത് വീതിച്ചെടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടും? 2, അല്ലേ? അത് ഞാൻ ബോർഡിൽ എഴുതാം. നിങ്ങൾക്ക് കിട്ടുന്നത് 2. 4 പേര് ഉള്ളത് കൊണ്ട് 8 ആപ്പിൾ കൊണ്ടുവന്നാൽ 4 പേര്, ഒരാൾക്ക് എത്ര കിട്ടും? 2 കിട്ടും. ഇനി ഇപ്പോൾ ഞാൻ പറയുന്നത് 4 ആപ്പിൾ കൊണ്ടുവരികയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടും? 4 ആപ്പിൾ അല്ലേ? 8 കൊണ്ടുവരുമ്പോൾ 2, 4 പേർക്ക് 4 ആപ്പിൾ കൊണ്ടുവരുമ്പോൾ ആപ്പിൾ എത്ര? 1, അല്ലേ? അപ്പോൾ നമ്മൾ ഈ 2 സൂചിപ്പിക്കുന്നത് എന്താ? നിങ്ങൾക്ക് ഒരാൾക്ക് എത്ര കിട്ടും? 2 എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നത്? 2 മുഴുവൻ ആപ്പിളിന്, അല്ലേ? പക്ഷേ ഇതിൽ 1 സൂചിപ്പിക്കുന്ന ഒരു മുഴുവൻ ആപ്പിളിന്. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ആപ്പിളെ കൊണ്ടുവന്നുള്ളൂ വെച്ചാൽ എന്ത് ചെയ്യും? നിങ്ങൾ 4 ആക്കി പോകുമ്പോൾ, അല്ലേ? ഒരാൾക്ക് എത്ര കിട്ടും? 4 കഷ്ണത്തിൽ ഒരു കഷ്ണം, അല്ലേ? അപ്പോൾ ഒരു ആപ്പിളാണെങ്കിൽ എത്ര കിട്ടും? ഒരു കഷ്ണം, അല്ലേ? ഒരു കഷ്ണമാണ് കിട്ടുക. അപ്പോൾ ആ കഷ്ണത്തെ എങ്ങനെ സൂചിപ്പിക്കുക? ആ കഷ്ണത്തെ സൂചിപ്പിക്കാൻ ഞാൻ 1 എന്ന് എഴുതിയ മതിയോ? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 1 എഴുതിയ ഒരു മുഴുവന്നല്ല അർത്ഥം. അപ്പോൾ അത് പോരാ, അതിനൊരു പുതിയ കണക്ക് വേണം, ഉറപ്പല്ലേ? അതെന്താ കണക്ക്? അപ്പോൾ ഇതൊരു കഷ്ണമാണെന്ന് അറിയണം. അതിന് നമ്മൾ എന്ത് വെച്ചാൽ ഇതിനെ എഴുതിയിട്ട് എണ്ണത്തെ എഴുതിയിട്ട് ഒരു അടിയിലൊരു വര വരയ്ക്കും. അതിന് ശേഷം താഴെ ആ കഷ്ണത്തിൻ്റെ വലിപ്പം കൂടി അറിയണം, അല്ലേ? നിങ്ങൾക്കറിയാം ഒരു ആപ്പിളിനെ 2ആയി മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിപ്പമല്ല 4ആയി മുറിക്കുമ്പോൾ ഉണ്ടാകുക. അതൊന്നുകൂടി ചെറുതാവും. 8ആയി മുറിക്കുമ്പോൾ ഒന്നും കൂടിയും ചെറുതാവും. 16ആയി മുറിക്കുമ്പോൾ ഒന്നും കൂടിയും ചെറുതാവും. അപ്പോൾ ഇതിനെ ഒരു ആപ്പിളിനെ എത്രയായി മുറിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ വലിപ്പം. അപ്പോൾ വലിപ്പം കൂടി അറിയാൻ എന്ത് ചെയ്യണം? എത്രയായി മുറിച്ചിട്ടുണ്ട് എന്നും കൂടി എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കഷ്ണത്തെ എഴുതുക. ഒരു ആപ്പിളിനെ 4ആയി ഭാഗിച്ച് ഒരു കഷ്ണം എടുക്കുമ്പോൾ അതിനെ സൂചിപ്പിക്കുക 1/4. ഇത് എത്ര എണ്ണം കിട്ടി എന്നുള്ളതും ഇത് എത്രയാണ് വലിപ്പം എന്നുള്ളത്, എത്രയാണ് വലിപ്പം. അപ്പോൾ ഈ അടിയിൽ എഴുതുന്നത് വലിപ്പത്തെ സൂചിപ്പിക്കുന്നതാണ്, മുകളിൽ എഴുതുന്നത് എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ വലിപ്പം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എത്രയായി മുറിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിപ്പം കിട്ടും. 2ആയി മുറിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ വലിപ്പം അറിയാം. 4ആയി മുറിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ വലിപ്പം നമ്മുടെ മനസ്സിൽ ചിത്രം വരും, ഇല്ലേ? അപ്പോൾ അത് അങ്ങനെ എഴുതാം. അല്ല എങ്കിൽ എത്ര കഷ്ണം ചേർന്നാൽ ഒരു മുഴുവനാകും. അപ്പോൾ അടിയിൽ എഴുതി 2 തരത്തിൽ വ്യാഖ്യാനിക്കുക. എന്താണ്? ഒരു
ആപ്പിൾ നമുക്ക് കിട്ടിയ കഷ്ണം എത്ര എണ്ണം ചേർന്നാൽ ഒരു മുഴുവനാവും. ഈ കേസിൽ 4 എണ്ണം ചേർന്നാൽ മുഴുവനാവുന്നത് കൊണ്ട് 4 എന്ന് എഴുതുന്നു. കിട്ടുന്ന എണ്ണം മുകളിൽ എഴുതുന്നു. മുകളിൽ എഴുതുന്നതിനെ അംശം അഥവാ ന്യൂമറേറ്റർ എന്ന് പറയുന്നു. അടിയിൽ എഴുതുന്നതിനെ ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്ന് പറയുന്നു. നമുക്കിതൊന്ന് പ്രാക്ടിക്കലായിട്ട് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മേശയിലുള്ള മേശപ്പുറത്തിൽ മഞ്ഞ പ്ലേറ്റ് 4 കഷ്ണം കാണണ്ട. ഇത് ഒരെണ്ണത്തെ ഒരു ആപ്പിളിനെ 4ആക്കി മുറിക്കുമ്പോൾ കിട്ടിയ 4 കഷ്ണങ്ങളാണ്. അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ വലുപ്പം ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനാകും ഇല്ലേ? എത്രയാ? അപ്പോൾ ഇതിപ്പോൾ ഇതിൽ ഞാൻ ഈ വലുപ്പത്തിൽ ഒരു പീസ് കിട്ടുകയാണ് എനിക്ക് എൻ്റെ കയ്യിൽ ഞാൻ പിടിക്കുകയാണെങ്കിൽ എത്ര എന്ന് പറയുക? 1/4 എന്നാണ് പറയുക. നമ്പർ 1 വലിപ്പം ചോദിച്ചു കഴിഞ്ഞാൽ 4ആക്കി മുറിക്കുമ്പോൾ ഒരു കഷ്ണത്തിനുണ്ടാകുന്ന വലിപ്പം. അല്ലെങ്കിൽ ഇതുപോലത്തെ എത്ര എണ്ണം വേണം ഒരു മുഴുവനാവാൻ? 4 എണ്ണം. ഇതുപോലത്തെ 4 എണ്ണം വേണം എന്ന് മനസ്സിൽ കരുതി കഴിഞ്ഞാൽ വലിപ്പം നിങ്ങൾക്ക് കിട്ടുമില്ലേ? ഓക്കെ. ഇനി നോക്കുക, ഇതുപോലത്തെ 2 കഷ്ണം ഇപ്പം നിങ്ങൾക്ക് ഇത് കാണാണ്ടല്ലോ. ഇതിൽ 2 കഷ്ണം കാണാനുള്ളത്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഒരു ഭിന്നസംഖ്യയിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ കണക്കിൽ ഏതെല്ലാം സംഖ്യകൾ ഉപയോഗിച്ചിട്ടാണ് എഴുതുക എന്നുള്ള ചോദ്യം. അതായത് 2/4 എന്ന് വെച്ചാൽ ഇത് 2 കഷ്ണത്തെ സൂചിപ്പിക്കുന്നത് 2/4 ആണ്. എന്താണ് 2/4? അപ്പോൾ ഇത് മുകളിലത്തെ സൂചിപ്പിക്കുന്നത് ഡിനോമിനേറ്റർ നമ്പർ ഓഫ് പീസസ് ആണ്. 2 പീസ് ഉണ്ടെങ്കിൽ അല്ലേ? അപ്പോൾ എണ്ണം 2 എണ്ണം ഉണ്ട് എന്ന് പറയും. ഇനി നമുക്ക് എണ്ണം മാത്രം കിട്ടിയ പോരാ, എന്താ വേണം കൂടി കിട്ടിയാൽ നമുക്കറിയാമല്ലോ വലിപ്പമുണ്ട് കൂടുതലോ കുറവാണെന്നുള്ളത്. അതിൻ്റെ വലിപ്പം കൂടി അറിയണം അല്ലേ? ആ വലിപ്പം എത്രയാണ്? അതായത് ഒരെണ്ണത്തിനെ ഒരു മുഴുവനെ 4ആക്കി മുറിക്കുമ്പോൾ ഒരു കഷ്ണത്തിനുണ്ടാകുന്ന വലിപ്പമാണത് അല്ലേ? ഒരു മുഴുവനെ 4ആക്കി മുറിക്കുമ്പോൾ ഒരു കഷ്ണത്തിനുണ്ടാകുന്ന വലിപ്പമാണത്. അല്ലെങ്കിൽ ഇത് അതിലത്തെ ഈ 2 കഷ്ണത്തിലെ ഒരു കഷ്ണം എടുക്കുക. അതിൽ 2 കഷ്ണത്തിൽ ഒരു കഷ്ണം എടുക്കുക. അതുപോലെ എത്ര കഷ്ണം ചേർന്നാൽ മുഴുവനാവുക? 4 എണ്ണം. ഈ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് 2/4 എന്ന് പറഞ്ഞ പോലെ അപ്പം മനസ്സിൽ വരിക ഒരു ആപ്പിൾ എടുക്കുക 4ആക്കി മുറിക്കുക, അതിലൊരു കഷ്ണത്തിൻ്റെ വലിപ്പം, അതിൽ 2 എണ്ണം കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിൽ കാണണം. അങ്ങനെ കാണണം. മനസ്സിലായ? 2/4 എന്ന് പറഞ്ഞു വെച്ചാൽ 4 അടിയിൽ 4. അപ്പോൾ നമ്മളൊരു ആപ്പിൾ മനസ്സിൽ കാണുക. ആപ്പിളാണെങ്കിൽ ആപ്പിൾ മനസ്സിൽ കാണുക. 4ആക്കി മുറിക്കുമ്പോൾ ഒരു കഷ്ണത്തിന് വലിപ്പം ഉണ്ടാവുമെന്ന് മനസ്സിൽ കാണുക. അതുപോലത്തെ 2 എണ്ണം എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ വലിപ്പത്തെ അപ്പോൾ അടിയിൽ നോക്കിയിട്ട് കഷ്ണത്തിൻ്റെ വലിപ്പം പറയാം. 1/2 വലിപ്പമാണ്. 1/2 ഇതൊരു കഷ്ണമാണോ? ഇതിലത്തെ ഒരു കഷ്ണമാണോ വലുത്? അല്ലേ? അതറിയാം അല്ലേ? അപ്പോൾ ഛേദം വലുതാവും തോറും അല്ലെങ്കിൽ ഡിനോമിനേറ്റർ വലുതാവും തോറും കഷ്ണത്തിൻ്റെ വലിപ്പം ചെറുതായി വരും. അപ്പോൾ നമ്മൾ ഒരു ഭിന്നസംഖ്യകളുടെ ഏത് നോക്കിയിട്ട് ഡിനോമിനേറ്റർ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കഷ്ണത്തിൻ്റെ വലിപ്പം അറിയാൻ പറ്റും. ചെറുതാണോ കൂടുതലാണെന്നൊക്കെ, ചെറുതാണോ വലുതാണെന്ന് പറയാൻ കഴിയും. മനസ്സിലായ? അപ്പോൾ 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ ഇത് ഈ 2/4 ഇപ്പോൾ ഈ പ്ലേറ്റിൽ എന്താ കാണുന്നത്? ഈ കയ്യിൽ. അപ്പോൾ ഞാൻ ഒരെണ്ണെടുത്തു. അപ്പോൾ ഇതിൽ 1/4. ഇതും എത്രയാണ്? ഈ 1/4 2 പ്രാവശ്യം ചേർന്നല്ലേ 2/4. അപ്പോൾ 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4ൻ്റെ 2 കഷ്ണം എന്നാണ് അർത്ഥം. എന്താർത്ഥം? 1/4ൻ്റെ 2 കഷ്ണം. അപ്പോൾ അതിൻ്റെ അർത്ഥം അപ്പോൾ 2/4 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് എന്താ? 2 ടൈംസ് 1/4. 1/4ൻ്റെ 2/4. ഇതിനെ നിങ്ങൾ 5 ടൈംസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാ അല്ലേ? ഇങ്ങനെ. അപ്പോൾ 2 ടൈംസ് 4 എന്നുള്ള എന്താർത്ഥം? 1/4 എങ്ങനെ എഴുതുക? 2 ഇൻറ്റു അല്ലേ? 2 ഇൻറ്റു 1/4. 2 ഇൻറ്റു 1/4 ഈസിക്കൽ ടു 2/4 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം ഇല്ലേ? അതൊക്കെ നിങ്ങൾക്ക് തനിയെ കണ്ടുപിടിക്കും നിങ്ങൾ മാത്തമാറ്റിക്സ് കറക്റ്റ് മനസ്സിലായാൽ. അപ്പോൾ 2/4 എന്ന് പറഞ്ഞാൽ എന്താ? 1/4ൻ്റെ 2 പീസാണ്. 1/4ൻ്റെ 2 പീസാണ് 2/4. ക്ലിയർ ആയോ?
അപ്പോൾ 3/4 എന്തായിരിക്കും ഞാൻ പറയാതെ നിങ്ങൾക്ക് പറയാമല്ലോ. 3 pieces of 1/4. 1/4ൻ്റെ 3 കഷ്ണമാണ് എന്ത് 3/4. ഓക്കെ, 3 കഷ്ണം എന്നാ ഇങ്ങനെ പറയുക 3/4 അല്ലേ. 3/4 എന്ന് പറഞ്ഞാൽ 1/4ൻ്റെ 3 കഷ്ണങ്ങൾ. അപ്പോൾ കണ്ടോ, ഇത് 1/4 ആണ്, ഇത് 1/4 ആണ്, ഇത് 1/4 ആണ് അല്ലേ. അപ്പോൾ 1/4ൻ്റെ 3 കഷ്ണങ്ങളെയാണ് 3 കഷ്ണം എന്ന് പറയുക. അപ്പോൾ 3/4 നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഒരു കഷ്ണത്തിൻ്റെ വലിപ്പം പറയുകയാണെങ്കിൽ ഒരു ആപ്പിളിനെ 3ആക്കി മുറിക്കുമ്പോൾ ഒരു കഷ്ണം വലിപ്പമാണ്. ആ വലിപ്പത്തിൽ 3 എണ്ണം എൻ്റെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇത് വലിപ്പത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു കഷ്ണത്തിൻ്റെ പോലത്തെ എത്ര കഷ്ണം ചേർന്നാലും മുഴുവനാവും ചോദിക്കുകയാണെങ്കിൽ 4 എണ്ണം, അതും പറയാൻ കിട്ടണം. ഇനി അതുപോലെ നമ്മൾ 4/4 കഷ്ണം കിട്ടുകയാണെങ്കിൽ എന്താ പറയുക, 4 കഷ്ണം കിട്ടുകയാണെങ്കിൽ 4/4 എന്താ പറയുക 4/4. ഈ 4/4 എന്ന് പറഞ്ഞാൽ എന്താണ് 1/4ൻ്റെ 4 കഷ്ണങ്ങൾ. എന്താണ് അത് 1/4ൻ്റെ 4 കഷ്ണം. ഓക്കെ, 1/4 അതറിയാലോ, എണ്ണം 4 ഇത്. പക്ഷേ ഇത് എന്തിന് തുല്യമാണ് 4/4 1ന് തുല്യമാണ്. അപ്പോൾ അംശം ചേർന്ന് തുല്യമാകുമ്പോൾ അത് ഈക്വൽ ടു എന്തിന് തുല്യമായിരിക്കും, ദെൻ x/x എത്രയും തുല്യമായിരിക്കും 1. y/y എത്രയായിരിക്കും, sin θ sin θ എന്തിന് തുല്യമായിരിക്കും, x+y/x+y എന്തായിരിക്കും 1. എല്ലാവരും 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊരു ഭിന്നസംഖ്യയുടെയും അംശവും ചേർന്ന് തുല്യമായാൽ എന്തായിരിക്കും 1/4. അപ്പോൾ a+b+c+d+e+y a+b+c+d+e എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ വില 1 ആയിരിക്കും. മനസ്സിലായ? അപ്പോൾ അവിടെ sin a+b sin a+b എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം 1. മനസ്സിലായ? ഇതേ പ്രിൻസിപ്പിൾ തന്നെ അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഏതിൽ? ഇത് ട്രിഗണോമെട്രിയിലും ഇങ്ങനെ വരുമ്പോൾ 1 എഴുതാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? സെയിം പ്രിൻസിപ്പിളാണ് എന്തിൻ്റെ ഭിന്നസംഖ്യയുടെ സെയിം പ്രിൻസിപ്പിളാണ്. അപ്പോൾ 1/2/2 എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും 1/2 എന്ന് പറയാം. അതുപോലെ 2/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 2/2 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. പക്ഷേ അതിൻ്റെ എക്സ്പ്ലെയിൻ എങ്ങനെയാണ് പറയുക, നമ്മൾ 2/2 എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം, ഇതിൽ ഇത് വേണമെങ്കിൽ ഇത് മാറ്റി എഴുതാം 2. ഇതിലെ ന്യൂമറേറ്റർ എത്രയാണ് 2, ഡിനോമിനേറ്റർ എത്രയാണ് 2. അതിലെത്ര പീസ് ഉണ്ട്, നമ്പർ ഓഫ് പീസസ് 2. അതിലത്തെ ഒരു പീസിൻ്റെ വലിപ്പത്തിൽ എത്ര എണ്ണം വേണം മുഴുവനാവാൻ 2. ഓക്കെ, 1/2ൻ്റെ എത്ര എണ്ണം അത് 2 എണ്ണം, അങ്ങനെയും പറയാം അല്ലേ, 2 ടൈംസ് അങ്ങനെയും പറയാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ താങ്കൾ വന്ന ദിവസം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് 5/4 എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് 1/4 എന്നൊരു ചോദ്യം ചോദിച്ചത് ഓർക്കുന്നുണ്ടോ? വാട്ട് ഈസ് 5/4 എന്തൊരു ചോദ്യം ചോദിച്ചേ, വാട്ട് ഈസ് 5/4? 5/4 എന്ന് വെച്ചാൽ 1/4ൻ്റെ എത്ര പീസാണ്, എത്ര പീസ് 5/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4ൻ്റെ എത്ര പീസാണ്? അത് ഇതിലത്തെ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ 1/4, 2 പീസ് എടുക്കുകയാണെങ്കിൽ 2/4, 3 പീസ് എടുക്കുകയാണെങ്കിൽ 3/4, 4 പീസ് എടുക്കുകയാണ്. അപ്പോൾ വാട്ട് ഈസ് 5/4? വാട്ട് ഈസ് 5/4? 1/4ൻ്റെ 5 എണ്ണം. അത് 1/4ൻ്റെ കഷ്ണങ്ങൾ എത്ര എണ്ണം എടുക്കണം? 5 എണ്ണം എടുക്കണം. അതാണ് 5/4. ഇനി നിങ്ങൾക്കൊരു കുറച്ച് ആപ്പിൾ വന്നിട്ട് അതിൽ 5/4 എടുത്ത് തരാൻ പറ്റുമോ? ഇല്ലേ? ഒരു ആപ്പിൾ എടുക്കുക, 4 കഷ്ണമാക്കുക അല്ലേ, അതിലൊരു കഷ്ണത്തെ എന്ത് പറയുക 1/4. ഇപ്പോൾ 5 എണ്ണം കിട്ടണമെങ്കിൽ ഒരെണ്ണത്തിൽ നിന്ന് കിട്ടുമോ? വേറെ ഒരെണ്ണം എടുത്ത് 4ആക്കി മുറിച്ച് ഒരു കഷ്ണം കൂടി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 5/4 തരാൻ പറ്റുമല്ലോ. അപ്പോൾ 5/4 എടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ? 5/4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് മനസ്സിൽ വരണില്ലേ? 6/4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മനസ്സിൽ ചിത്രം വരുന്നുണ്ടോ? ഓക്കെ, പിക്ചർ വരുന്നുണ്ടെങ്കിൽ എന്താണ് എത്രയാണ് നമുക്ക് മനസ്സിൽ കാണാൻ കഴിയുമെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. 5/4 എത്ര അറിയാൻ പറ്റുമോ? ഈസ് ഇറ്റ് ഗ്രേറ്റർ ദാൻ
1 or less than 1, y by 4 is greater than 1. ഓക്കെ, എന്തുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്? 5/4 എന്ന് പറയുമ്പോൾ ഒരെണ്ണം പോരാ, അറിയാമില്ലേ? അപ്പോൾ നിങ്ങൾക്ക് കാരണം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് 5/4 ഗ്രേറ്റർ എന്ന്? അപ്പോൾ എല്ലാ ഭിന്നസംഖ്യയും ഒന്നിനേക്കാൾ കുറവാണോ? അല്ല. ആണോ? അല്ല. ചില ഭിന്നസംഖ്യകൾ ഒന്നിനേക്കാൾ ഈ 4/4 1നേക്കാൾ ചെറുതാണോ? ഈക്വൽ. 3/4 ചെറുത്. അപ്പോൾ നമ്മൾ ഇത് വെറുതെ നമ്മൾ തമാശിക്കുന്ന എഴുതാം അവിടെ 3/4, 4/4, 5/4 3 ഭിന്നസംഖ്യകൾ നമ്മൾ എഴുതിയിരിക്കുന്നു അല്ലേ? ഏതൊക്കെയാണ് നമ്മൾ അവിടെ ഇതിൽ എഴുതിയിരിക്കുന്നു അല്ലേ? ഇതിൽ നമ്മൾ എഴുതിയിരിക്കുന്നു 3 ഭിന്നസംഖ്യകൾ എഴുതിയിരിക്കും. ബോക്സിൽ വരയ്ക്കാൻ ഞാൻ ഈ ബോക്സിൽ 3 ഭിന്നസംഖ്യകൾ എഴുതിയിരിക്കുന്നു. അതിൽ 3/4ൻ്റെ പ്രത്യേകത എന്താ? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി അബൌട്ട് 3/4? ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആൻഡ് 4/4 ഈസ് ഈക്വൽ ടു 1 ആൻഡ് 5/4 ഈസ് ഗ്രേറ്റർ ദാൻ 1. മനസ്സിലായേ? അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതിങ്ങനെ എഴുതാൻ വേണമെങ്കിൽ അല്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ എന്താ ഈ ഡിനോമിനേറ്റർ അല്ലാന്ന് 3/4, 4/4, 5/4 അല്ല. ഞാൻ ചോദിക്കുന്നത് ഇതിൽ ഈ 3 എഴുതിയിട്ടില്ലേ, അതിൻ്റെ എല്ലാം വലിയ പ്രത്യേകതയുണ്ടോ? ഇതിൻ്റെ എല്ലാം സെയിമാണ് അല്ലേ? ന്യൂമറേറ്റർ വ്യത്യാസമുണ്ട്. ഇതിൽ ഏറ്റവും വലുതേതാ? ഏറ്റവും വലിയ കയറ്റാണുള്ളത്. പറഞ്ഞോ. അല്ല ഓക്കെ യു ആർ റൈറ്റ്. ചെറുത് എഴുതേണ്ടത്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? 3/4. അതിലും 3/4 ഏറ്റവും ചെറുത്. ഏറ്റവും വലുതേതാ? ഏറ്റവും വലുതേതാ? ഏറ്റവും വലുതേതാ? 5/4 അല്ലേ? 5/4 ആണ് ഏറ്റവും വലുത്. ഓക്കെ, ഏറ്റവും വലുത് 5/4 ആണ്. ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്റർ എന്താണ്? സെയിമാണ്. അപ്പോൾ എല്ലാ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഏത് നോക്കിയിട്ട് വലിപ്പം പറയാൻ പറ്റും? എണ്ണം നോക്കിയിട്ട്. കഷ്ണത്തിന് വലിപ്പം എല്ലാത്തിനും തുല്യം അല്ലേ? എല്ലാം 1/4 ഇത് 1/4ൻ്റെ 3 കഷ്ണമുള്ളൂ. ഇത് 1/4ൻ്റെ ഇത് 1/4ൻ്റെ. അപ്പോൾ ഏതോ കൂടുതൽ പറയാൻ പറ്റും? ഇതൊക്കെ സെയിം ആണെങ്കിൽ ഒക്കെ 1/4ൻ്റെ കഷ്ണങ്ങളാണ് അല്ലേ? കഷ്ണങ്ങൾ വലിപ്പം എല്ലാതും തുല്യമാണ്. അപ്പോൾ ഏത് നോക്കി പറയാം? ന്യൂമറേറ്റർ നോക്കി പറയാം. അപ്പോൾ ഒരു കാര്യം കൂടി പഠിച്ചത് എന്താണ്? എങ്ങനെയാണ് ഒരു ഭിന്നസംഖ്യ വലുതാണ് ചെറുത് നോക്കുക? ഈ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എണ്ണം കൂടുതലുള്ളതായിരിക്കും വലുത് അല്ലേ? അപ്പോൾ അത് നമ്മൾ പഠിച്ചു അല്ലേ? ഏറ്റവും വലുത് എങ്ങനെ കണ്ടുപിടിക്കുക? വലുതാണ്. എങ്ങനെയാണെങ്കിൽ ഇതെല്ലാം സെയിം ആയിട്ടുള്ള ഈ ഫ്രാക്ഷൻസിന് ഒരു പേര് പറയും, അറിയോ? അതിന് പേര് പറഞ്ഞത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ലൈക്ക് ഫ്രാക്ഷൻസ്. കേട്ടിട്ടുണ്ടോ? ലൈക്ക് ഫ്രാക്ഷൻസ് കേട്ടിട്ടുണ്ടോ? അതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ എന്ന്? ഇല്ലല്ലോ. ഒരേ ഛേദം വരുന്ന ഭിന്നസംഖ്യകൾ എന്നാണ് അർത്ഥം. എന്താണ്? ഒരേ ഛേദം വരുന്ന ഭിന്നസംഖ്യകളെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ലൈക്ക് ഫ്രാക്ഷൻസ്. എന്താ പറയുക? ലൈക്ക്. വാട്ട് ഈസ് ലൈക്ക് ഫ്രാക്ഷൻ? ഇഫ് the fractions having same denominator it's called like fractions. മനസ്സിലായോ? ഇപ്പോൾ ഞാനിതിൽ താഴെ വേറൊരു ബോക്സിൽ കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അത് നോക്കുക. 1/2, 2/2, 3/2
4/2. ഇതൊക്കെ എന്ത് ഫ്രാക്ഷൻസാണ്? ലൈക്ക് ഫ്രാക്ഷൻസാണ്. ബിക്കോസ് എന്താ കാരണം? their denominators are same. ഓക്കെ, അത് മനസ്സിലായില്ല. വിച്ച് ഈസ് ദ ബിഗസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് ഓൾ ഓഫ് ദിസ്? 4/2. വൈ? ഇറ്റ് ഹാസ് ദ ബിഗസ്റ്റ് ന്യൂമറേറ്റർ. ഓക്കെ, മനസ്സിലായല്ലോ. വിച്ച് ഈസ് ദ ലീസ്റ്റ്? 1/2. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒന്നിനേക്കാൾ ചെറുതായ ഭിന്നസംഖ്യ കണ്ടറിയാൻ നിങ്ങൾക്ക് ഇല്ലേ? എങ്ങനെയാണത്? ഛേദത്തേക്കാൾ ചെറുതായിരിക്കും എന്ത്? അംശം. അഥവാ ഡിനോമിനേറ്റർ ചെറുതായിരിക്കും എന്ത്? ഡിനോമിനേറ്റർ ചെറുതായിരിക്കും ന്യൂമറേറ്റർ. അത് ഒന്നിനേക്കാൾ ചെറുതായ ഭിന്നസംഖ്യ. ഈ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 അല്ലേ? ഇനി ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാൾ വലുതാണെങ്കിൽ എന്താണത്? ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ ഇല്ലേ? ഓക്കെ, ഇനി നിങ്ങളോട് ഞാൻ പറയുകയാണെങ്കിൽ ഇത് പറയാൻ പറ്റുമല്ലോ. 3/2, 5/2, 6/2 ഇതൊക്കെ നിങ്ങൾക്ക് മുറിച്ച് തരാൻ പറ്റുമോ? നിങ്ങളോട് ചോദിക്കുകയാണ്. 3/2 തക്കാളി മുറിച്ച് തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മുറിച്ച് തരാൻ പറ്റുമോ? എന്താ ചെയ്യുക? ഒരു തക്കാളി എടുത്തിട്ട് എന്താ ആക്കും? 2 കഷ്ണമാക്കും. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടുമെന്നുള്ളൂ? ഒരു 1/2. എത്ര 1/2 വേണം? 3/2 ആണെങ്കിൽ 3 അപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് കിട്ടുമോ? ഒരെണ്ണത്തിന് എത്ര കിട്ടുക? 2/2. പിന്നെ അപ്പോൾ അടുത്തൊരെണ്ണം മുറിച്ച് 2 ഒരു തക്കാളി എടുത്ത് 2 മുറിച്ച് ഒരു കഷ്ണം എടുക്കും. അപ്പോൾ അത് 1/2 3 കഷ്ണമായില്ലേ? അപ്പോൾ 3/2 3/2 ഗ്രേറ്റർ ദാൻ എന്താണ്? 1. ഓക്കെ, 3/2 ഗ്രേറ്റർ ദാൻ 1. എത്ര മിനിറ്റായി? അപ്പോൾ ലൈക്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? സെയിം ഡിനോമിനേറ്ററുള്ള ഫ്രാക്ഷൻസിനെ പറയുന്ന പേരാണ് ലൈക്ക് ഫാക്ടേഴ്സ്. ദെൻ വാട്ട് ഈസ് ദെൻ? നിങ്ങൾ തന്നെ പറയണം എന്താണ് അൺലൈക്ക് ഫാക്ടേഴ്സ്? അല്ലാത്തത്. ലൈക്ക് അല്ലാത്തത് അൺലൈക്ക് അല്ലേ? ലൈക്കിൻ്റെ വിപരീതമല്ലേ? അപ്പോൾ അൺലൈക്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിം അല്ലാത്ത നമ്പറുകൾ. ഇപ്പോൾ 1/4, 1/2 ഇത് ലൈക്ക് ഫാക്ടേഴ്സ് ആണോ? അല്ല. എന്ത് ഇതാ? 3/4, 2/5 ലൈക്ക് ഫാക്ടേഴ്സ് ആണോ? അല്ല. വൈ? ഡിനോമിനേറ്റർ നോട്ട് സെയിം. ഓക്കെ, അപ്പോൾ ലൈക്ക് ഫാക്ടേഴ്സ് പഠിച്ചു, അൺലൈക്ക് ഫാക്ടേഴ്സ് പഠിച്ചു, ന്യൂമറേറ്റർ പഠിച്ചു, ഡിനോമിനേറ്റർ പഠിച്ചു, ഒന്നിനേക്കാൾ ചെറുതായ ഭിന്നസംഖ്യ പഠിച്ചു, ഒന്നിനേക്കാൾ വലുതായ ഭിന്നസംഖ്യ പഠിച്ചു, ഒന്നിന് ഈക്വലായ ഭിന്നസംഖ്യ പഠിച്ചു. ഇത്രയും പഠിച്ചില്ലേ? ഞാൻ നിങ്ങളിപ്പോൾ +2 സ്റ്റുഡൻസ് ആയ കാരണം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇത് വളരെ ഫാസ്റ്റായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? ഇനി നമുക്ക് ലൈക്ക് ഫാക്ടർ, അൺലൈക്ക് ഫാക്ടർ, ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് ഒന്നിനേക്കാൾ കൂടുതലാണ് അല്ലേ? ഒന്നിനേക്കാൾ കുറവ്. ഇത് ഒന്നിനേക്കാൾ അല്ലേ? 3/4 ലെസ് ദാൻ 1 അല്ലേ? 4/4 ഈക്വൽ ടു 1, 5/4 ഗ്രേറ്റർ ദാൻ 1. ഇത്രയും നമുക്ക് മനസ്സിലായതാണല്ലോ. വേറെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ? ഇല്ല. ഇതിന് പറയുന്ന പേര്, ഒരു പേര് പറയും. എന്താണെന്നറിയൂ? സാമാന്യ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. സാമാന്യസംഖ്യ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് അറിയൂ? നിങ്ങൾ കേട്ടിട്ടുണ്ട് അത്? പ്രോപ്പർ ഫ്രാക്ഷൻ എന്നാ പറയുക. കേട്ടിട്ടുണ്ട് അത്? ആ പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്ന് ഇതുവരെ പഠിച്ചിട്ടില്ല? ഇതാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ? ഒന്നിനേക്കാൾ കുറവായ ഭിന്നസംഖ്യയാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. ഇതിനെ പറയുന്ന പേര് പ്രോപ്പർ ഫ്രാക്ഷൻ. ഇത് അല്ലേ? ഇതിന് പറയുന്ന പേര് എന്തായിരിക്കും? ഒന്നിനേക്കാൾ കുറവുള്ള പ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ എന്താണ്?
ഇതെന്ത് ഈ ഫ്രാക്ഷൻ എന്ത് വിളിക്കാം? ഒന്നിനെ കൂടുതൽ എന്ത് വിളിക്കാം? വാട്ട് ക്യാൻ യു കോൾ ഇറ്റ്? കഴിയില്ല. നോ. സോ കുഴപ്പമില്ല. പ്രോപ്പർ അല്ലാത്തതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഇംഗ്ലീഷിൽ ഇതിൻ്റെ എന്താണ് അൻറ്റോണിയംസും സിനോണിയംസും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അൻറ്റോണിയംസ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇതിൻ്റെ എന്തായിരിക്കും പേര്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. കേട്ടിട്ടുണ്ടോ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കേട്ടിട്ടില്ലേ? വിഷമ, നമ്മൾ മലയാളത്തിൽ പറയും വിഷമ ഭിന്നസംഖ്യകൾ. എന്താണ് വിഷമമുള്ളത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഈക്വൽ ടു 1 അല്ലേ? മനസ്സിലായില്ലോ? എന്താ സംശയം? ഈ 4/4 ഫ്രാക്ഷൻ ആണെങ്കിൽ തന്നെ അത് ഈക്വൽ ടു 1 ആണ് അല്ലേ? അത് ഓളായി കഴിഞ്ഞു അല്ലേ? ഓൾ നമ്പർ. അപ്പോൾ എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ, എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് ചോദിച്ചാൽ ഒരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കിട്ടുമല്ലോ? ക്ലിയർ ആയില്ലേ? പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്? ഒന്നിനേക്കാൾ കുറവുള്ള അതാണ് നോർമലായിട്ടുള്ള ഭിന്നസംഖ്യ. അതിനാണ് പ്രോപ്പറായിട്ടുള്ള ഭിന്നസംഖ്യ. അതുകൊണ്ട് പ്രോപ്പർ ഫ്രാക്ഷൻ പേരിടുന്നു അല്ലേ? പാല് കൊണ്ടുവരുന്ന ആൾ പാൽക്കാരെന്ന് പേരിടുന്നു അല്ലേ? മീൻ കൊണ്ടുവരുന്ന മീൻകാരെന്ന് പേരിടുന്നു. എന്നതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഫ്രാക്ഷന് പ്രോപ്പർ ഫ്രാക്ഷൻ. ഇത് പ്രോപ്പർ ഇതെന്ന് വെച്ചാൽ ഭിന്നസംഖ്യ അല്ല. ഇത് ഒരു മുഴുവനും ഉണ്ട്. ഇത് എത്രയാണ്? 4/4 1/4 എത്ര എണ്ണം ചേർന്നാണത്? 5 എണ്ണം. 1/4 4 എണ്ണം ചേർന്ന അത്രയും മുഴുവനായില്ലേ അല്ലേ? ഇപ്പോൾ ഇതിന് എത്ര മുഴുവനും എത്ര കഷ്ണമായിട്ട് പറയാം? ഒരു മുഴുവനും ഇതിനെങ്ങനെ എഴുതാം വേണമെങ്കിൽ? ഇതിനെങ്ങനെ എഴുതാം? ഒരു മുഴുവൻ പ്ലസ് പിന്നെ ഒരു കഷ്ണവും അല്ലേ? 1/4ൻ്റെ കഷ്ണം. ഒരു മുഴുവൻ എങ്ങനെ എഴുതാം? ഇങ്ങനെ വെച്ചാൽ 1 പ്ലസ് ആൻഡ് എന്ന് പറയും. ഒരു മുഴുവനും കഴിഞ്ഞാൽ ഒരു മുഴുവനും ഒരു കഷ്ണവും അല്ലേ? വേണ്ട, ഞാൻ ഇവിടെ എഴുതാം. ഒന്ന് പോസ് ചെയ്തോ. അപ്പോൾ 5/4 നമുക്ക് എങ്ങനെ മിശ്രഭിന്നമാക്കി എഴുതാമെന്ന് നോക്കാം. അത് ഈ 5/4 പറയണത് 1/4ൻ്റെ എത്ര കഷ്ണം? 5 കഷ്ണം. 1/4 4 കഷ്ണം ചേർന്നാൽ മുഴുവനാവും. അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് 1/4ൻ്റെ കഷ്ണമാണ്, 5 മനസ്സിലായി ഇല്ലേ? അപ്പോൾ 1/4ൻ്റെ കഷ്ണം. അപ്പോൾ 4 ഇതാണെങ്കിൽ 1/4 5 കഷ്ണമുണ്ട്. 4/4 ഒന്നെന്നറിയാം നമുക്ക്. അപ്പോൾ 4 കഷ്ണം ഉണ്ട്, എന്നാൽ ഒരു മുഴുവനാവും. അപ്പോൾ എത്ര 4 നോക്കിയാൽ 5. എത്ര 4? ഒരു 4. അപ്പോൾ 4 കഷ്ണം എടുക്കുമ്പോൾ ഒരു മുഴുവൻ കഴിഞ്ഞു. ബാക്കി ഞാൻ 4 കഴിഞ്ഞാൽ 4 കഷ്ണം എടുത്തപ്പോൾ ഒരു മുഴുവനായില്ലേ? അപ്പോൾ ഇതിന് 5 4 കഷ്ണം എടുക്കും, ഒരു മുഴുവൻ. ബാക്കി എത്ര കഷ്ണം? ഒരു കഷ്ണം. അപ്പോൾ 1/4ൻ്റെ ഒരു കഷ്ണം. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ഒരു മുഴുവൻ പ്ലസ് 1/4, അഥവാ 1 + 1/4, അഥവാ 1/4 എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 6/4 എങ്ങനെ എഴുതാം? എത്ര മുഴുവൻ ചേർന്ന് കഴിഞ്ഞാൽ എത്ര കഷ്ണം ചേർന്ന് ഒരു മുഴുവനാവും? 4. അപ്പോൾ ഈ 4 കഷ്ണം എടുത്താൽ ഒരു മുഴുവൻ കിട്ടും. ഒരു മുഴുവൻ. ബാക്കി എത്ര കഷ്ണം വരും? 6 കഷ്ണത്തിൽ 4 കഷ്ണം എടുത്താൽ ഒരു മുഴുവനായി. ബാക്കി 2 കഷ്ണമുണ്ട്. എങ്ങനത്തെ കഷ്ണം? 1/4 2 കഷ്ണം. അതിനെ എഴുതാം 2/4. ഇനിയിപ്പോൾ 9/2 എങ്ങനെ എഴുതാം? ഇതിലെത്ര കഷ്ണം ചേർന്ന മുഴുവനാവും? 2. അപ്പോൾ ഓരോ 2ന് ഓരോ മുഴുവൻ കിട്ടും. 9ന് എത്ര 2 എടുക്കാം? നമുക്ക് 4 2 എടുക്കാം. 4ൻ്റെ 8. അപ്പോൾ 4 മുഴുവൻ കിട്ടും. 4ൻ്റെ 8 എണ്ണം കഴിഞ്ഞ് ബാക്കി എത്ര കഷ്ണം? ബാക്കി ഒരു കഷ്ണം. എങ്ങനത്തെ കഷ്ണം? 1/2ൻ്റെ. അപ്പോൾ 1/2 ഇതിങ്ങനെ എഴുതാം. അപ്പോൾ അതുപോലെ 10/3 അങ്ങനെ, അല്ലെങ്കിൽ 11/3 ഇതെങ്ങനെ എഴുതാം? ഇതിലെത്ര കഷ്ണം ചേർന്ന മുഴുവനാവും? 3 എണ്ണം അല്ലേ? അപ്പോൾ ഇതിലെത്ര? ഓരോ 3നും ഓരോ മുഴുവൻ കിട്ടും. 3 23 9. ആ 3 കഷ്ണം വീതം 3 പ്രാവശ്യം എടുക്കാം. അതായത് 3 മുഴുവൻ കിട്ടും. ആ 3 9. ആ 3 വട്ടം എടുക്കുമ്പോൾ 9 കഷ്ണം തീരും.
അപ്പം 3 മുഴുവൻ കഴിഞ്ഞു. ബാക്കി 9 കഴിഞ്ഞാൽ എത്ര കഷ്ണമുണ്ട്? ബാക്കി 2 കഷ്ണം. അങ്ങനത്തെ കഷ്ണം 1/3 1/3 2 കഷ്ണം ഇങ്ങനെ 2/3. അപ്പോൾ എങ്ങനെയാണ് മിശ്രഭിന്നാക്കാന്ന് കഴിഞ്ഞു. പഠിച്ചല്ലോ? ഓക്കെ. അപ്പോൾ ഇത് തിരിച്ചും പറയാൻ പഠിക്കുക. മനസ്സിലായ? അപ്പോൾ നമുക്ക് പിന്നെ ഈ വിഷമഭിന്നത്തെ അതോ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ എന്താ എഴുതാം? മിക്സഡ് ഫ്രാക്ഷനായി എഴുതാം. തിരിച്ചെഴുതാമെന്ന് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക സ്വയം. സ്വല്പം ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കണ്ടുപിടിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അല്പം നീണ്ടുപോയി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിട. നന്ദി, നമസ്കാരം, ബൈ.